നമസ്കാരം. ഓം 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 കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 11-ാം സർഗം. 11-ാം സർഗത്തിലെ 24 തുടങ്ങി 31 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടാകത്തിൽ നിന്നും വാദ്യങ്ങളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ നാദം മുഴങ്ങിക്കേട്ടു. അവർ ആരെയും അവിടെ കണ്ടില്ല. അപ്പോൾ കൂടെയുള്ള ഒരു മുനിയോട്, ധർമ്മഭൃത്ത് എന്ന മുനിയോട്, എന്താണ് ഇതിൻ്റെ കാരണം, എവിടെ നിന്നാണ് സംഗീതം കേൾക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പഞ്ചാബ് സരസ് എന്ന തടാകത്തിൽ നിന്നാണ് ഈ സംഗീതം കേൾക്കുന്നത്. ഇത് മാണ്ഡകർണി എന്ന മുനി നിർമ്മിച്ചതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വെള്ളത്തിൽ നിന്നുകൊണ്ട് 10,000 സംവത്സരം തപസ് ചെയ്തപ്പോൾ എല്ലാ ദേവന്മാരും പരിഭ്രാന്തരായി. അവർ വിചാരിച്ചു തങ്ങളുടേതുപോലെയുള്ള ഒരു സ്ഥാനം ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കഠിനമായ തപസ് ചെയ്യുന്നതെന്ന്. അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി വളരെ സൗന്ദര്യമുള്ള 5 അപ്സരസ്സുകളെ നിയോഗിച്ചു. പക്ഷേ ഈ 5 പേരും മഹർഷിയുടെ പത്നിമാരായി തീർന്നു. അവർ നിത്യ യൗവനമാർന്ന മഹർഷിയുടെ കൂടെ ജീവിച്ചു. അവരുടെ വാദ്യഘോഷങ്ങളും മനോഹരമായ ഗാനാലാപനങ്ങളുമൊക്കെയാണ് കേൾക്കുന്നതെന്ന് മുനി അവരെ പറഞ്ഞ് കേൾപ്പിച്ചു. ഏതായാലും ശ്രീരാമൻ അവിടെ വൈദേഹിയോടും കൂടി ആ ആശ്രമമണ്ഡലത്തിൽ പ്രവേശിച്ച് അവിടെ മഹർഷിമാരാൽ പൂജിക്കപ്പെട്ട അവരുടെ ആശ്രമങ്ങളിൽ, ഒരുപാട് മഹർഷിമാരുണ്ടല്ലോ അവിടെ, അവരുടെ ആശ്രമങ്ങളിൽ മാറി മാറി സുഖമായി വസിച്ചു. ശ്ലോകം 24. യേഷാമുഷിതവാൻ പൂർവം സകാശേ സമഹാസ്ത്രവിത് ക്വചിത് പരിദശാൻ മാസാൻ ഏകസംവത്സരം ക്വചിത്. ഒരിക്കൽ വസിച്ച ആശ്രമത്തിൽ ആ മഹാസ്ത്രജ്ഞൻ വീണ്ടും എത്തുന്ന തരത്തിൽ ചിലയിടത്ത് 10 മാസങ്ങൾ, ചിലയിടത്ത് 1 കൊല്ലം എന്ന ഈ രീതിയിൽ താമസിച്ചു. ശ്ലോകം 25, 26, 27. ക്വചിത് ചതുരോ മാസാൻ പഞ്ചഷഡ്ചപരാൻ ക്വചിത് അപരത്രാധികൻ മാസാൻ അധർമ്മ്യമധികം ക്വചിത് 3 മാസാ നഷ്ടമാംസാം ഛ രാഘവോ ന്യവസൻ സുഖം തത്ര സംവത്സതസ്യ മുനീനാമാശ്രമേഷു വൈ രമതച്ഛാനുകൂല്യേന യയു സംവത്സരാ ദശ പരിസൃത്യ ച ധർമ്മജ്ഞോ രാഘവ സഹസീതയാ. 25, 26, 27 ശ്ലോകങ്ങളുടെ അർത്ഥം. ചിലയിടത്ത് 4 മാസം, ചിലയിടങ്ങളിൽ 5ഉം 6ഉം മാസം, ചിലയിടത്ത് 1 മാസത്തിലേറെ, ചിലയിടത്തൊക്കെ 1 പക്ഷത്തിലേറെ, ചിലയിടത്ത് 3 മാസം, ചില സ്ഥലത്ത് 8 മാസം. ഈ രീതിയിൽ മുനിമാരുടെ ആശ്രമങ്ങളിൽ യാതൊരു വിഷമവും കൂടാതെ അവർ 10 സംവത്സരം വസിച്ചു. 28, 29 ശ്ലോകങ്ങൾ.
സുതീക്ഷ്ണ്യാ സാശ്രമപദം പുനരേവാ ജഗാമഹ സ തമാശ്രമമാഗമ്യ മുനിഭിः പരിപൂജിതഃ തത്രാപി നിവസദ്രാമ കിഞ്ചിത് കാലമരിന്ദമഃ അഥാശ്രമസ്ഥാ വിനയാത് കഥാചിത്തം മഹാമുനിം. 28-29 ശ്ലോകങ്ങളുടെ അർത്ഥം. പിന്നീട് സുതീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വീണ്ടും പോയി. വീണ്ടും ചെല്ലണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നുവല്ലോ. ആശ്രമത്തിൽ മഹർഷിമാരാൽ പരിപൂജിക്കപ്പെട്ട കുറച്ചു കാലം അവിടെ വസിച്ചു. ശ്ലോകം 30-31. ഉപാസീന സകാകുൽസ്ഥ സുതീഷ്ണമിതമബ്രവീത് അസ്മിന്നരണ്യേ ഭഗവൻ അഗസ്ത്യോ മുനിസത്തമഃ വസതീതി മയാ നിത്യം കഥാ കഥയതാം ശ്രുതം നതു ജാനാമിതം ദേശം മനസ്യാസ്യ മഹത്തയാ. 30-31 ശ്ലോകങ്ങളുടെ അർത്ഥം. ഒരിക്കൽ അദ്ദേഹം സുതീക്ഷ്ണ മഹാമുനിയെ സമീപിച്ച് വിനയപുരസ്സരം ചോദിച്ചു. ഈ അരണ്യത്തിൽ അഗസ്ത്യ മഹർഷി സ്ഥിരമായി വസിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ് അതിവിശാലമായ ഈ വനത്തിൽ ആ പ്രദേശമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.